രണ്ടർത്ഥപ്പെട ഉണ്ടല്ലോ തഫ്സീറിൽ ബഗവി ഉണ്ട്, തൊബരി വായിച്ചു. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞ പ്രകാരം ഉസ്താദ് പറഞ്ഞ ആ തഫ്സീർ ശിർക്കാണോ അല്ലേ? റസൂലുള്ളാഹിക്ക് പറ്റുള്ളതൊക്കെ നമുക്ക് പറ്റൂ. എന്തെങ്കിലും പറഞ്ഞത് റസൂലുള്ളാഹിക്ക് എത്ര സവിശേഷതകളുണ്ട്. അപ്പൊ അതല്ല വിഷയത്തിന്റെ മർമ്മം എന്താ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ? അല്ല, ഉസ്താദ് ഇപ്പൊ വായിച്ച തഫ്സീറിൽ രണ്ടർത്ഥം പറഞ്ഞല്ലോ. അതിൽ ഒരർത്ഥം ശിർക്കാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ വാദപ്രകാരം രണ്ടാമത്തെ അർത്ഥം ശിർക്കാണ്. അത് തീരുമാനാക്കണം. അതായത് ഈ തഫ്സീറിന് ഉസ്താദ് രണ്ടർത്ഥം പറഞ്ഞു. ഒന്നാമത്തെ അർത്ഥം ഏത്? അള്ളാഹു മതി, അതുപോലെ തന്നെ മൂമിനികളും മതി എന്നൊരർത്ഥാണ് ഉസ്താദ് പറഞ്ഞത്. അതിൽ ഇത് പറഞ്ഞു കേൾക്കും. രണ്ടർത്ഥപ്പെട ഉണ്ടല്ലോ തഫ്സീറിൽ ബഗവി ഉണ്ട്, തൊബരി വായിച്ച്. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞ പ്രകാരം ഉസ്താദ് പറഞ്ഞ ആ തഫ്സീർ ശിർക്കാണോ അല്ലേ? ഉസ്താദ് പറഞ്ഞതും ഈ ആയത്ത് തന്നെയാണ്. ആയത്തല്ല വിഷയം. അതിന് തഫ്സീർ രണ്ടാമത്തെ ഒരു അർത്ഥം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വാദപ്രകാരം അത് ശിർക്കാണോ അല്ലേ? അതായത് അള്ളാഹു മതി, മുഅ്മിനീങ്ങളും മതി എന്ന് തഫ്സീറിലുണ്ട്. മുഅ്മിനീങ്ങളും മതി എന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ വായിക്കും. തഫ്സീർ ബഗവി. وقال بعضهم هو رفع عطفا على اسم الله معناه حسبك الله ومتبعك من المؤمنين. ബഗവി എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാണ് നിങ്ങളിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ബഗവിന്റെ അർത്ഥം എന്ന് പറയുകയാണ്. ഞാൻ വായിച്ചതാണെങ്കിൽ അർത്ഥം വെച്ചോളൂ. قال بعضهم هو رفع عطفا على اسم الله പറഞ്ഞാണ് എന്റെ അർത്ഥം വെക്കേ. ഇവിടെ അതല്ല, നമ്മൾ കാര്യങ്ങൾ തീർപ്പാക്കണല്ലോ. കാരണം എന്താ അറിയോ, ഇവിടെ വലിയ പ്രശ്നമുള്ളത് ഈ രണ്ടർത്ഥം ഉണ്ട് എന്ന് വന്നാൽ രണ്ടാമത്തെ അർത്ഥം നിങ്ങളെ വാദപ്രകാരം ശിർക്കാണ്. ഈ മഹാനായ തൊബരി പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം ശിർക്കാണ് എന്നോ? തൊബരി എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞില്ലേ ഏറ്റവും വളരെ ആദ്യമുള്ള ആദ്യത്തെ തഫ്സീറാണ് തഫ്സീർ തൊബരി. ആ തൊബരി പറഞ്ഞ ഒരു അഭിപ്രായം അത് ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളതിന് മറുപടി പറയണം. ഈ അർത്ഥം വെക്കി, ഞാൻ വായിച്ചുതരാം. അതാ വായിക്കട്ടെ. നിങ്ങൾ അർത്ഥം വെക്കി. എന്റെ ചോദ്യം അർത്ഥം വെക്കണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ് ഈ ആയത്തിൽ നിങ്ങൾ കൊടുന്ന് ഞാൻ വെച്ചുതരാം. നോക്കിക്കോളൂ. ഹസ്ബുക അല്ലാഹ് എന്ന് പറഞ്ഞെടുത്ത് ചില പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഹുവ റഫ്ഉൻ അത്ഫൻ അലാ ഇസ്മി അല്ലാഹ് വമനിത്തബഅക എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് മർഫു ആണ്. അല്ലാഹ് എന്നിടത്തേക്ക് അത്ഫായിട്ട് അത് റഫ് ചെയ്യപ്പെട്ടതാണ്. അലസ്മി അല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മിന്റെ മേൽ അത്ഫാണ്. അത്ഫ് പറഞ്ഞാൽ അറിയില്ലേ? കൺജക്ഷൻ എന്ന് പറയുക ഇംഗ്ലീഷിൽ. അതാണ് സാധനം. മാനാഹു. അപ്പൊ അതിന്റെ അർത്ഥം എന്തായത്? ഹസ്ബുക അല്ലാഹ്, അല്ലാഹ് മതി. വമുത്തബിഉക, ആരും മതി? തങ്ങളോട് പിൻപറ്റിയ ആളുകളും മതി. മിനൽ മുഅ്മിനീൻ. ഉസ്താദ് ആദ്യം പറഞ്ഞ അർത്ഥതാണ്. നിങ്ങളുടെ ആശയപ്രകാരം ഒരു തഫ്സീർ ശിർക്ക്, ഒന്ന് തൗഹീദ്. തൊബരി പറഞ്ഞ ഒരഭിപ്രായം ശിർക്ക്, ഒരഭിപ്രായം തൗഹീദ്. ഞങ്ങൾക്ക് എല്ലാം തൗഹീദാണ്. ഈ തൊബരി പറഞ്ഞ എല്ലാ ആശയവും തൗഹീദാണ്. അതാണ് ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതില്ല, ഇത് തീരൂല. ഇത് പറഞ്ഞെങ്കിലേ തീരുള്ളൂ. ഈ ആയത്തിന്റെ അടിസ്ഥാനമായിട്ടില്ല. ഈ ആയത്തിന് തീരുമാനമായി. ഈ ആയത്തിന്റെ അടിസ്ഥാനം എടുക്കട്ടോ. അടിസ്ഥാനം പിന്നെ നിങ്ങൾ പറയണോ ഞാൻ പറയുന്നു? അല്ല, മുഫസ്സിരിങ്ങൾ പറഞ്ഞ തീരുമാനമാകുക. ഞാനും നിങ്ങളും അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ലോ. ഈ തഫ്സീർ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമല്ലേ? ഇത് ശിർക്കാണോ അല്ലേ? അതിപ്പോ തീരുമാനാക്കണം. ഈ പറഞ്ഞ ഉസ്താദ് പറഞ്ഞ രണ്ടാമത്തെ തൊബരി നമ്മൾ പറഞ്ഞു, ബഗവി പറഞ്ഞു. നിങ്ങളെ അർത്ഥം പറയാ അതിന്റെ, അല്ലെങ്കിൽ അത് ശിർക്കാണ് എന്ന് പരസ്യമായിട്ട് ഇവിടെ പറയണം. നിങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞോളി, കുഴപ്പമില്ല. ബഗവി പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം ശിർക്കാണ്. വാട്സപ്പിൽ ഇങ്ങനെ വഹി വരുന്നുണ്ടല്ലോ. വഹി വിട്ട ആളുകളോട് ചോദിച്ചു നോക്കി, ഇതിങ്ങനെ തഫ്സീർ ഉണ്ടോ അല്ലേ? നമുക്ക് തീരുമാനാക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബഗവി പറഞ്ഞ ഒരഭിപ്രായം ശിർക്കാണെന്ന് പറയാം, മറ്റൊരു അഭിപ്രായം തൗഹീദ് എന്ന് പറയാം. എന്നാ നമുക്ക് അങ്ങനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളി. അല്ലെങ്കിൽ അർത്ഥം വെക്കി. അർത്ഥം വെക്കി. നിങ്ങളും ഇവിടെയൊക്കെ കോളേജിലൊക്കെ പഠിച്ചു വന്ന ആളുകളാണ്. നിങ്ങളൊക്കെ സംസാരം കേട്ടപ്പോ ഒരു പ്രഭാഷകനൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെറ്റിദ്ധാരണയാണോന്ന് അറിയില്ല. ഇനി ഒരു ചോദ്യം കൂടെ നിങ്ങളോട്, തിരിച്ചൊരു ചോദ്യം. ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. ചോദ്യമല്ല, ഈ പറയുന്ന അഭൗതിക കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചല്ലോ, അത് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ഇതെന്താണെന്നറിയോ, നമ്മള് സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ തെളിയിക്കുമ്പോ അതിനുവേണ്ടി നമ്മളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് തെളിവ് പറയണം. അത് രണ്ടു കൂട്ടരും അംഗീകരിക്കണം. അപ്പോഴേ ലോകത്തിന് സൃഷ്ടാവ് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ലോകം ഉണ്ട് എന്നതാണ് സൃഷ്ടാവ് ഉണ്ട് എന്നതിന്റെ തെളിവ്. അപ്പൊ നിങ്ങളും ഞാനും സമ്മതിക്കുന്ന ചില കാര്യങ്ങൾ വേണം, എന്നിട്ട് നമുക്ക് സമ്മതിക്കാത്തതിലേക്ക് എത്തണം. അതുകൊണ്ട് ഞാനും നിങ്ങളൊരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ഒരു വിഷയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അഭൗതിക കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അള്ളാഹുവിന് മാത്രമാണോ ഉണ്ടാവുക? അള്ളാഹുവിൽ നിന്ന് മാത്രമേ അഭൗതിക കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, അതോ സൃഷ്ടികളിൽ നിന്ന് ഉണ്ടാവുമോ? അമ്മായി കൊടുക്കും പറയട്ടെ. ഇപ്പൊ ഇത് തീരുമാനമാവേ, ഇപ്പൊ ശിർക്കും തോന്നും ഇപ്പൊ അവിടെ തീരും. ഞാനിവിടെ നിങ്ങളെ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വന്നതല്ല. എന്റെ ചോദ്യം അള്ളാഹു തന്നെ മതി താങ്കൾക്കും താങ്കളിൽ വിശ്വസിച്ച ആളുകൾക്കും എന്ന് തൊബിരി തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിന്റെ ബേസിലാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ഈസാ നബിയെ കാക്കണേ എന്നുള്ള സഹായതേട്ടം, അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ഇബാദത്താക്കാതെ ദൈവത്വം കൽപ്പിക്കാതെയുള്ള ചോദ്യം അത് ശിർക്കല്ല എന്ന് എങ്ങനെ നിങ്ങൾ പറയാം? മൗലവി, ഈ രണ്ടാമത്തെ തൊബിരി പറഞ്ഞ അർത്ഥം ശിർക്കാണോ? ഒന്നാമത്തതും ഞങ്ങൾക്ക് അംഗീകാരമാണ്, രണ്ടാമത്തതും ഞങ്ങൾക്ക് അംഗീകാരമാണ്. നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ തഫ്സീർ അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതുവരെ സംസാരിച്ചത് പ്രകാരം ഈ രണ്ടാമത്തെ അർത്ഥം ഉണ്ടല്ലോ, അത് ശിർക്കാണല്ലോ. ഞങ്ങളുടെ ചോദ്യം അതാണ്. തൊബിരി പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം ശിർക്കാണോ? ബഗ്വി പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം ശിർക്കാണോ? മൗലവി മറുപടി പറയണം. കാരണം ഇത് മറുപടി ചോദ്യമായിട്ടല്ല, നിങ്ങൾ ഇതുവരെ പറഞ്ഞത് പ്രകാരം ഉസ്താദ് പറഞ്ഞ ആശയം എന്താ? ശിർക്കാണ് എന്നാണ്. ആ ആശയമാണ് ഇപ്പൊ ഞങ്ങൾ തൊബിരിയിൽ നിന്ന് കാണിച്ചത്. അതുപോലെ തന്നെ ബഗ്വിയിൽ നിന്ന് ഞങ്ങൾ വായിച്ചു തന്നത്. ആ ബഗ്വി പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം ശിർക്കാണോ തൗഹീദാണോ മാത്രം പറഞ്ഞാൽ സൈലന്റ് ആവും, അത് മറുപടി ഉണ്ടാവില്ല. നിങ്ങളല്ല, നിങ്ങളെ അപ്പുറത്തുള്ള, ഞാൻ പറഞ്ഞ വാട്സപ്പിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് പറഞ്ഞത്. വിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി, താങ്കൾക്കും വിശ്വാസികൾക്കും അള്ളാഹു തന്നെ മതി എന്ന്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എങ്ങനെയാ ചോദിക്കുക? അർത്ഥം വെക്കി കൊടുക്കി, ഞാൻ വായിച്ചുതരാം, ഓരോ വാക്ക് വായിച്ചുതരാം. അപ്പൊ നിങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ തഫ്സീർ എന്ന് പറയുന്നത്. രണ്ട് തഫ്സീറുണ്ട്. ഒരായത്തിന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യാഖ്യാനങ്ങളെല്ലാം ആ ആയത്തിന്റെ വിശദീകരണമാണെന്ന് വെക്കണം. അതാണ് ഇതിന്റെ ഉസൂല്. അത് പ്രകാരം ഇത് പറയുന്നു, വഖാല ബഅദുഹും ഹസ്ബുകല്ലാഹ് വമുത്തബിഊക മിനൽ മുഅ്മിനീൻ. നബിയേ, തങ്ങൾക്ക് അല്ലാഹ് മതി, മോമിനീങ്ങളും മതി. നമ്മളൊക്കെ സാധാരണ തന്നെ പറയുന്ന കാര്യമാണത്. നമുക്കൊക്കെ ഇന്ന ആള് മതി, ഇന്ന ആള്, ഇതൊക്കെ സാധാരണ പറയുന്നത് തന്നെയാ. അതിന്റെ പേരിലൊന്നും ശിർക്കും തൗഹീദും ആകൂല. ഞാൻ പറഞ്ഞല്ലോ, അഭൗതിക കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നേ ഉണ്ടാകൂ എന്നുള്ള ധാരണയാണ് നിങ്ങളെ ശിർക്കിനും തൗഹീദും ഈ രൂപത്തിൽ നിങ്ങളെ പേപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്ന് മൂജിയത്ത് ഉണ്ടാണില്ലേ? ഇല്ലേ? മൂജിയത്തില്ലേ? ഈ മൂജിയത്ത് ഭൗതിക അഭൗതികോ? ഈ മൂജിയത്ത് ഭൗതിക അഭൗതിക അതെങ്ങനെ സൃഷ്ടികളിൽ നിന്നുണ്ടായത്? സൃഷ്ടികളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ അതെങ്ങനെ ശിർക്കാവും? നിങ്ങൾ ഇത് പറയും, ഈ ആയത്തിന് നിങ്ങൾ അർത്ഥം പറയും, ഇത് തീരുമാനാക്കി നിങ്ങൾ. അതായത് മുജാഹിദിന്റെ വാദപ്രകാരം രണ്ട് തഫ്സീറുണ്ട്. അപ്പോ മൂപ്പര് ചോദിച്ച വലിയ ചോദ്യം എന്താ? ഹസ്ബുകല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. അവര് മനസ്സിലാക്കിയ അർത്ഥം അങ്ങനെയാണ്, അള്ളാഹു മാത്രം മതി നിങ്ങൾക്കും മോമിനീങ്ങൾക്കും. അങ്ങനെ അർത്ഥം ഉണ്ട്, ഇല്ലാതെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അർത്ഥമുണ്ട്. അപ്പൊ എന്താ അർത്ഥം? അള്ളാഹു മതി ആർക്ക്? നിങ്ങൾക്ക്. പിന്നെ ആരും? നബിയെ തങ്ങൾക്ക് അള്ളാഹു മതി, പിന്നെ ആരും? തങ്ങളോട് പിൻപറ്റിയ മോമിനീങ്ങളും മതിയെന്ന്. അപ്പൊ അങ്ങനെ ആവുമ്പോ നിങ്ങളെ ചോദ്യത്തിന് മറുപടിയായി. പിന്നെ നിങ്ങൾ മൊയ്തീശിങ്ങനെ വിളിക്കഴിച്ചില്ലേ, അതിന് മറുപടിയായി. കാരണം മോമിനീങ്ങളും ആണെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ മോമിനീങ്ങളെ വിളിക്കുകയാണ് യാ റസൂലല്ലാഹ്, യാ ഗൗസ്, യാ മുഹയ്യദ്ദീൻ, ബദരീങ്ങളെന്ന്. വിഷയം തീർന്നു. ഇത്ര ഉള്ളു. ഇങ്ങനെ ഇത്ര പറയാനൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ ഈ ആയത്തിന് തന്നെ രണ്ട് തഫ്സീറുണ്ട്. നിങ്ങൾ പറഞ്ഞ തഫ്സീറുണ്ട് ഇത് നമ്മൾ നിഷേധിച്ചിട്ടില്ലല്ലോ, ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ തഫ്സീറും ഉണ്ട്. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. ആ തഫ്സീർ അനുസരിച്ച് എന്ത് പറയാം? പിന്നെ മോമിനീങ്ങൾ മറ്റുള്ളവരെ വിളിക്കണം എന്തിനാ? അതിന് മറുപടി തന്നെ ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഷയം തീർന്നു. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. കൂടുതൽ ഇങ്ങനെ നീട്ടിപ്പരത്തി പറയണ്ട. എന്നുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ഏതെങ്കിലും പ്രവാചകന്മാരോട് തേടിയതായിട്ടോ ഇങ്ങനെയുള്ള സഹായതേട്ടം നടത്തിയതായിട്ടോ ഒരു തെളിവ് ഉദ്ധരിക്കാമോ? നമ്മളെ വിഷയം ഇപ്പൊ റസൂലുള്ളാഹിക്ക് നടത്താൻ പറ്റൂലേ എന്നല്ല നമ്മളെ വിഷയം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അള്ളാഹിന്റെ റസൂലിന് പറ്റൂലേ എന്നാണോ നമ്മൾ ചർച്ച ചെയ്യണത്? എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത്? നമുക്ക് പറ്റൂലേ എന്നാണ് നമ്മളെ ചർച്ച. റസൂലുള്ളാഹി തങ്ങൾക്ക് പറ്റൂലേ എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. റസൂലുള്ളാഹിക്ക് പറ്റിയതൊക്കെ നമുക്ക് പറ്റുമോ? എന്താ നിങ്ങൾ പറഞ്ഞത്? റസൂലുള്ളാഹിക്ക് എത്ര സവിശേഷതകളുണ്ട്. അപ്പൊ അതല്ല വിഷയത്തിന്റെ മർമ്മം. എന്താ? നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ? അത് ചോദിക്കുക. അത് ചോദിക്കുകയാണ്, ഞാൻ മറുപടി പറയും. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് തെളിവാ നേരത്തെ റഹ്മത്തുള്ള സഖാഫി, ഇമാം ഇബ്നു മാജ, തിർമിദി, ഒരു ഡസൻ ഇമാമുമാർ ഉദ്ധരിച്ച ഹദീസ് നേരത്തെ തെളിവ് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച്
പ്രാർത്ഥന അള്ളാഹുവിനോട് ദുആ ചെയ്ത ആ സംഭവം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. അതിന് തെളിവില്ല. ഇനി പറ്റുമെന്ന് പിന്നെയും ചോദിക്കണം. ആ തെളിവ് പോരെ? ആ തെളിവിന് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അതല്ലേ വേണ്ടത്. വെറുതെ സമയം ഇങ്ങനെ കളയേണ്ട കാര്യം എന്താ? വേഗം വേഗം തീരുമാനിക്കണം. ആളുകൾ ഒരുപാട് ഇനി ചോദിക്കാണ്ട് എന്നാ പറഞ്ഞത്. ഐക്കോണാക്കി. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. ഓ, വ്യക്തമായി. അതൊക്കെ എല്ലാവർക്കും വ്യക്തമായിക്കണം. അത് ഈ കോഡിലെസ് മൈക്കിന് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങൾ ചോദിക്കായതുകൊണ്ട് അതുപോലെ ചെയ്തോന്നല്ല, തെറ്റിദ്ധരിക്കരുത്. വയറുള്ള മൈക്ക് കൊടുക്കും. അത് കൊടുത്താ വമനിത്തബഅക മിനൽ മുഅ്മിനീൻ എന്നുള്ളതാണല്ലോ നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് വിളിച്ച് തേടാൻ. അവിടെ ഇബാദത്തില്ലാതെ, അതായത് അവിടെ ദിവ്യത്വം കൽപ്പിക്കാതെയുള്ള തേട്ടത്തിന് ബദരീങ്ങളെ കാക്കണേ, ഒരാൾ കിണറ്റിൽ വീണു, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുകയാണ്. അതിന് തെളിവായിട്ട് നിങ്ങൾ പറയുന്നത് വമനിത്തബഅക മിനൽ മുഅ്മിനീൻ എന്നുള്ള ആയത്താണോ? അതിന് മാത്രമല്ല, അത് ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വീഴുമ്പോ അപ്പൊ മറ്റേ ബനെ പിടിക്കാന്ന് അതിനൊക്കെ ഈ ആയത്തന്നെ. ബദരീങ്ങളെ എടുത്ത് ചാടി നിങ്ങൾ ബദരീങ്ങളെ മേക്കട്ടെ. എന്താ ബദരീങ്ങളല്ല, നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ മറിഞ്ഞു വീണ് നോക്കുക. എന്നാ എന്നെ പിടിച്ച, എന്റെ വാപ്പാനെ പിടിച്ച, എന്റെ മോനെ പിടിക്കാന്ന് പറഞ്ഞാൽ അതിനും തെളിവ് തന്നെ. ബദരീങ്ങളെ മേത്തേക്ക് എന്നെ എടുക്കല് നിങ്ങൾ. ഇതിനിപ്പടെ ചാടിയാല് ഇപ്പൊ നിങ്ങൾ ഇപ്പടെ വീണാൽ എന്നെ പിടിക്കുക പറയാനുള്ള തെളിവ് തന്നെയാണ്. നിങ്ങൾ പറയും. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു അല്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ പ്രവാചകൻ, ധാരാളം പ്രയാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വഹാബികളോ അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഇതുപോലെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തേടിയതായിട്ട് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവ് ഉദ്ധരിക്കാം? ഞാൻ മറ്റു ഹദീസ് ഒന്നും പറഞ്ഞില്ല. ഇവിടെ മുജാഹിദുകൾക്ക് തന്നെ സ്വീകാര്യമായ ഒരു ഹദീസിന്റെ ഇവിടെ എന്താ? ഇദാ അസ്വാബത്തുക്കും അർജത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല പ്രയാസവും സംഭവിച്ചാൽ, വല്ല വിഷമവും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽ യുനാദി, അവൻ വിളിക്കണം. എന്ത് വിളിക്കണം? യാ ഇബാദല്ലാഹി അഈനൂനി, എന്റെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ. അതിൽ ബദരീങ്ങളും പെട്ടു, ഉംറകളും പെട്ടു, അല്ലാത്തവരും പെട്ടു, നല്ലവരും പെട്ടു, ജിന്നും പെട്ടു, വലിയും പെട്ടു, നബിയും പെട്ടു, ഒക്കെ പെട്ടു. യാ ഇബാദല്ലാഹി അഈനൂനി, ഓ എന്റെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്ന് അവരെ വിളിക്കണമെന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിക്കുന്നത് മുജാഹിദുകൾ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ആരാ? ഷൗക്കാനി, മുഹമ്മദ് ഷൗക്കാനിയുടെ തുഹഫത്തുൽ ദാക്കിരീൻ എന്ന ഗ്രന്ഥാണ്. ഇമാം ബസ്സാർ ആ ഹദീസിന്റെ റാവികളൊക്കെ റെഡിയാണ്, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ? ഇതാ അസാബത്തുക്കും അർജത്തുൻ, ഒരു പ്രയാസത്തി ആണ്, കിണറ്റിലോ കരയിലോ എവിടേക്കാ വീണു. അപ്പൊ ഫൽ യുനാദി, അപ്പണ് വിളിക്കണം. യാ ഇബാദല്ലാഹി അഈനൂനി, മമ്പർത്തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹ്യിദ്ദീൻ ശേഖേ കാക്കണേ എന്ന് പറഞ്ഞോളീ. അതൊക്കെ അതിന്റെ വ്യാപ്തിയിൽ പെട്ടതാണ്. ഹദീസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാ തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന മുജാഹിദുകൾ നേതാവായി പരിചയപ്പെടുത്തുന്ന അദ്ദേഹം ഷൗക്കാനി, ഈ ഷൗക്കാനിയുടെ ഗ്രന്ഥമായ തുഹ്ഫത്തുൽ ദാക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 191 പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് സനദ് റിപ്പോർട്ട് റിവായത്തുകളും പറഞ്ഞിട്ടും ഉണ്ട്. ഞാൻ എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞാണ്. അതിന് ഏതെങ്കിലും ഹദീസ് ഉണ്ടോന്ന് ചോദിച്ചു. ഹദീസ് റസൂൽ പറഞ്ഞ ഹദീസ പറഞ്ഞു. ഞാൻ എന്താ പറയാനുള്ളത്? സ്വഹീഹായ ഹദീസാണ് ചോദിച്ചത്. മറുപടി പറയുന്നു. കേട്ടോളി ആല ഫീ മജ്മഉ സവായിദി, മജ്മഉ സവായിദ് എന്ന അല്ലാമ ഹാഫിള് നൂറുദ്ദീൻ അൽ ഹൈസമി അവർ രചിച്ച കിതാബാണ്. അതിൽ അവർ പറഞ്ഞു, റിജാലുഹു സിഖാത്ത്, ഇതിന്റെ റാവികൾ, ഇത് ഉദ്ധരിച്ച റാവികൾ സിഖാത്തുൻ, അവരെല്ലാം സുദൃഢമാണ്, അവരെല്ലാം ഉറപ്പുള്ളവരാണ്, ദുർബലന്മാരായി ആരുമില്ല. ഹദീസ് റെഡിയാണ്. ഇതൊക്കെ അറിയെങ്കിൽ നോക്കാം, കേൾക്കാം, ഒരു കുഴപ്പമില്ല. മാത്രമല്ല
ഈ ഹദീസ് അനുസരിച്ച് ആരൊക്കെ ചെയ്തു? യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് ആരൊക്കെ വിളിച്ചു? വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട ഇമാമുസ് സുന്ന, ഇമാം 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു. അവർ പറയാണ്, ഞാൻ 5 തവണ യാത്ര ഹജ്ജിന് പോയിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ കാൽനടയായി, 2 തവണ വാഹനപ്പുറത്തായി. അങ്ങനെ ഫളൽതു ഫി ത്വരീഖി, ഞാൻ വഴി പിഴച്ചു. അങ്ങനെ വഴി പിഴച്ചപ്പോ ഫഖുൽതു ഫലം അസൽ അഖൂൽ, ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്. ഓ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, എനിക്ക് നിങ്ങൾ വഴി കാണിച്ചു തരണേ, വഴി കാണിച്ചു തരണേ, വഴി കാണിച്ചു തരണേ എന്ന് മഹാത്മാക്കളെ വിളിച്ച് തേടി എന്ന് ഇമാമുസ് സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് സനദ് സഹിതം മനപ്പാടമുള്ള പണ്ഡിതനാണ്. അവരാ പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഅദ്ദിബിൽ 100 പണ്ഡിതന്മാര് പറഞ്ഞത് ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇത് മുസ്ലിം ലോകം അംഗീകരിച്ച ഹദീസാണ്, അവരൊക്കെ ചെയ്തതുമാണ്. അതുകൊണ്ട് ആ പണ്ട് മുതലേ വെച്ചുത്തി വീഴുമ്പോ, കിണറ്റിൽ വീഴുമ്പോ, മറ്റേ വീഴുമ്പോ ഒക്കെ ബദരീകളെ കാക്കണേ എന്ന് ഈ പറയുന്നത് അതുകൊണ്ടാണ്. അവരൊന്നും കാഫിറും മുശ്രിക്കും അല്ല.